നമസ്കാരം. കേരള പോലീസിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. ഗസറ്റ് ഡേറ്റ് 30/5/2026 30 മെയ് 30 ആപ്ലിക്കേഷൻ തുടങ്ങി. ജൂലൈ മാസം 7 വരെ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ PSCയുടെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, കാറ്റഗറി നമ്പർ 30/2026 ആണ്. ഈ ഒരു കാറ്റഗറി നമ്പർ വെച്ചാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസിലേക്കാണ്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, പിന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ അപ്ലൈ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം. ഡ്രൈവർ പോസ്റ്റാണ് കേട്ടോ. 31,100 തൊട്ട് 66,800 വരെ സാലറി കിട്ടും മാസം. 31,100 രൂപയാണ് മാസം സാലറി, സ്റ്റാർട്ടിംഗ് സാലറി. അതിൻ്റെ കൂടെ അലവൻസുകളും വരുന്നുണ്ട്. ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസി, അതിനർത്ഥം ധാരാളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് വാക്കൻസി അവർ റിലീസാക്കിയിട്ടില്ല. ഓക്കെ, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, നേരിട്ടുള്ള നിയമനം തന്നെയാണ്. സ്റ്റേറ്റ് വൈഡ് ആണ് വാക്കൻസി, ഡിസ്ട്രിക്ട് വൈസ് അല്ല, സ്റ്റേറ്റ് വൈഡ്. 20 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ് പ്രായപരിധി. 20 to 32. 2/1/94 1/1/2006 ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ച എല്ലാവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി നിങ്ങൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷം ഇളവ് കിട്ടുന്നുണ്ട്. 37 വരെ ആപ്ലിക്കേഷൻ കൊടുക്കാം. OBC ആണെങ്കിൽ 3 വർഷം ഇളവ് കിട്ടും. നമുക്കറിയാം യൂണിഫോം ജോബിൻ്റെയൊക്കെ ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. CPO, ഫയർമാൻ, എക്സൈസ് തുടങ്ങിയ യൂണിഫോം പോസ്റ്റിൻ്റെയൊക്കെ ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 20 to 32 ആണ് ഏജ് ലിമിറ്റ് ഡ്രൈവറിലേക്ക്. ഇനി ക്വാളിഫിക്കേഷൻ +2 വേണം. ഇനി +2 ഏതെങ്കിലും ഒരു +2 വേണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഏതൊക്കെയാണ്? മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വേണം, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വേണം, ഹെവി പാസഞ്ചർ വെഹിക്കിൾ വേണം, ഹെവി ഗുഡ്സ് വെഹിക്കിൾ വേണം. എല്ലാം വേണം കേട്ടോ. ഏതെങ്കിലും ഒന്ന് മാത്രം പോരാ, എല്ലാ ഡ്രൈവിംഗ് ലൈസൻസും നിങ്ങളുടെ കയ്യിൽ വേണം. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഇനി ഹൈറ്റ് പറയുന്നത് 168 സെൻറ്റിമീറ്റർ ബോയ്സിനും 157 സെൻറ്റിമീറ്റർ ഗേൾസിന് ഹൈറ്റ് വേണം. 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം ബോയ്സിന്. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണം. പിന്നെ മെഡിക്കൽ ടെസ്റ്റിൽ ഐ ടെസ്റ്റും കാര്യങ്ങളും, ഡിസ്റ്റൻറ്റ് വിഷൻ 6/6, ലെഫ്റ്റും റൈറ്റും വേണം. നിയർ വിഷൻ 0.5 വേണം. പിന്നെ കളർ ബ്ലൈൻഡ്നെസ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, സ്കിൻ ഡൈ, മോർബിഡ് കണ്ടീഷൻ ഓഫ് ദി ഐസ്, കണ്ണിൻ്റെ എല്ലാ ടെസ്റ്റും നടത്തും. ഈ ഒരു മെഡിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം എക്സാം ആയിരിക്കും, എന്നിട്ടാണ് ഈ ഒരു സെലക്ഷനൊക്കെ നടത്തുന്നത് പരീക്ഷ കഴിഞ്ഞാൽ. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. 8 ഇവൻ്റാണ് ആൺകുട്ടികൾക്ക്, അതിൽ 5 എണ്ണം പാസ്സാവണം. പെൺകുട്ടികൾക്ക് 7 ഇവൻ്റ് ഉണ്ടായിരിക്കും, അതിൽ 5 എണ്ണം പാസ്സാവണം. അപ്പോൾ 8 ഇവൻ്റുകൾ നോക്കുകയാണെങ്കിൽ ബോയ്സിന് 100 മീറ്റർ റേസ് 15 സെക്കൻഡ്, ഹൈ ജമ്പ് 120 സെൻറ്റിമീറ്റർ ചാടണം, ലോങ് ജമ്പ് 350, ഷോർട്ട് പുട്ട് 600 സെൻറ്റിമീറ്ററും, ത്രോ ഇൻ ദ ക്രിക്കറ്റ് ബോൾ 5000 സെൻറ്റിമീറ്റർ, റോപ്പ് ക്ലൈമ്പിംഗ് 365.8 സെൻറ്റിമീറ്ററും, പുള്ളപ്പ് 8 എണ്ണം, 1500 മീറ്റർ ഓട്ടം 6 മിനിറ്റ് 30 സെക്കൻഡ്. മൊത്തം 8 ഇവൻ്റാണ്, അതിൽ 5 എണ്ണം നിങ്ങൾ പാസ്സായാൽ മതി, എന്നാൽ ഫിസിക്കൽ ക്വാളിഫൈ ആവും. ഇനി പെൺകുട്ടികൾക്ക് 100 മീറ്റർ ഓട്ടം 18 സെക്കൻഡും, ഹൈ ജമ്പ് 90 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 250 സെൻറ്റിമീറ്ററും, ഷോർട്ട് പുട്ട് 4 കിലോഗ്രാമിൻ്റെ 450 സെൻറ്റിമീറ്റർ, ത്രോ ഇൻ ദ ത്രോ ബോൾ 14 മീറ്ററും, ഷട്ടിൽ റേസ് 26 സെക്കൻഡ്, സ്കിപ്പിംഗ് 80 ടൈംസ്. പെൺകുട്ടികൾക്ക് 7 ഇവൻ്റാണ്, അതിൽ 5 എണ്ണം നിങ്ങൾ പാസ്സാവണം. ബോയ്സിന് ഒരു ഇവൻ്റ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ NCC സർട്ടിഫിക്കറ്റ്, SPC സർട്ടിഫിക്കറ്റ്, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്ക് ബോണസ് മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. അപേക്ഷ അയക്കാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലാസ്റ്റ് ഡേറ്റ് എന്നാണ്? 1/7/2026, ജൂലൈ മാസം 1 ലാസ്റ്റ് ഡേറ്റ്. അതിന് മുന്നേ യോഗ്യതയുള്ള താല്പര്യമുള്ളവർ, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അപ്പോൾ 9 മാസത്തെ ട്രെയിനിങ് ആണ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. അതിന് ശേഷമാണ് നിങ്ങൾക്ക് സ്ഥിര ജോലി പോലീസിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ്. വീഡിയോ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിയാമെങ്കിൽ അവരിലേക്ക് അയച്ചു കൊടുക്കുക. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് എഗെയിൻ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.